ലൈംഗിക അതിക്രമ കേസിലടക്കാൻ റിമാൻഡിലായ കൊച്ചി എളമക്കര പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ മുജീബ് റഹ്മാനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ്. ഒളിവിലായിരുന്ന മുജീബ് റഹ്മാനെ എളമക്കര പോലീസ് ഇന്നലെ രാവിലെയാണ് അറസ്റ്റ് ചെയ്തത്. ലൈംഗിക അതിക്രമ കേസിൽ യുവതിയുടെ പരാതിയിലും പത്തനംതിട്ട സ്വദേശിയായ ഡോക്ടർ നൽകിയ പരാതിയിലുമാണ് മുജീബ് റഹ്മാനെതിരെ കേസെടുത്തിരിക്കുന്നത്. ലഹരി കേസിൽ പെടാതിരിക്കാൻ 1.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നാണ് പരാതി. അതോടൊപ്പം മറ്റൊരു യുവതി, അതായത് യുവതിയുടെ പരാതിയിൽ പറയുന്നത് ഈ മുജീബ് റഹ്മാൻ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അതിൻ്റെ മറവിൽ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്ന വിവരങ്ങളുമായി. ആജ്ഞ, ഈ മുജീബ് റഹ്മാനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണുള്ളത്. നിലവിൽ 2 പേരാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ കൂടുതൽ പേരെ ഇയാൾ മറ്റ് പല രീതിയിലും സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്തിട്ടുണ്ടാകാമെന്ന ചില സൂചനകളുണ്ട്. നിലവിൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു. എന്താണ് വിവരങ്ങൾ? ടോം, ഈ മുജീബ് റഹ്മാനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിൽ തന്നെയാണ് എളമക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും ആണ് അറിയുന്നത്. എന്തായാലും കസ്റ്റഡി അപേക്ഷ നിലവിൽ നൽകിയിട്ടില്ല. മുജീബിനെ കസ്റ്റഡി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകുമെന്നാണ് എളമക്കര പോലീസ് അറിയിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ വ്യക്തമാക്കിയതുപോലെ തന്നെ ക്രിമിനൽ ഓഫൻസസ് തന്നെയാണ്, ക്രിമിനൽ ഇടപെടലുകൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് മുജീബിന്റെ ഭാഗത്തു നിന്നും. ഇത് നേരത്തെ, അതായത് ഈ യുവതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവം, അത് കഴിഞ്ഞ ഡിസംബറിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭവം നടക്കുന്നത്. 2025 ഡിസംബറിലാണ് യുവതി മറ്റൊരു പരാതിയുമായിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും മുജീബ് ഗ്രേഡ് എസ് ഐ ആണ് അവിടുത്തെ എസ് ഐ എന്നുള്ള നിലയിൽ യുവതിയെ സഹായിക്കുകയും ചെയ്തത്. തുടർന്ന് യുവതിയുടെ ഫോൺ നമ്പറിലേക്ക് നിരന്തരം വിളിക്കുകയും ലൈംഗിക ആവശ്യങ്ങൾക്കായി നിരന്തരം വിളിക്കുകയും ചെയ്തു. അത് യുവതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതേ തുടർന്ന് ഈ തൻ്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ഇവരെ ലഹരി കേസിൽ പെടുത്തുമെന്ന് മുജീബ് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതിയാണ്. അങ്ങനെയാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. അങ്ങനെയാണ്. അതേ തുടർന്ന് മുജീബിനെതിരെ നടപടിയിലേക്ക്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. അത് കഴിഞ്ഞ ശേഷം കുറച്ചു കാലമായിട്ട് മുജീബ് അവധിയിലായിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ ഡോക്ടറുടെ പരാതിയും എത്തിയത്. ഡോക്ടറുടെ പരാതി ഇങ്ങനെയാണ്. ഈ ഡോക്ടറെ സംബന്ധിച്ചിട്ട് മുജീബ് റഹ്മാൻ കോർഡിനേറ്റ് ചെയ്തിരുന്ന ഒരു ലഹരി കേസ്, അയാളുടെ നേതൃത്വത്തിൽ പിടിച്ച ഒരു പ്രതിയെ ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ ഈ പ്രതിയുടെ ഫോൺ പരിശോധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കോൾ ലിസ്റ്റിൽ ഡോക്ടറുടെ നമ്പർ കാണുന്നത്. അങ്ങനെയാണ് ഡോക്ടറെ വിളിക്കുന്നതും. ഡോക്ടറെ വിളിച്ച ശേഷം എങ്ങനെയാണ് ലഹരി കേസിലുള്ള പ്രതിയുടെ കോൾ ലോഗിൽ താങ്കളുടെ നമ്പർ വന്നതെന്നുള്ള ചോദ്യമായിരുന്നു. അതേ തുടർന്ന് നിരന്തരം മുജീബ് റഹ്മാൻ ഈ ഡോക്ടറെ വിളിക്കുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തു. 1.5 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. ഈ 1.5 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഡോക്ടറെ കൂടി ലഹരി കേസിൽ പെടുത്തുമെന്നായിരുന്നു എസ് ഐ ഭീഷണിപ്പെടുത്തിയെന്നാണ് പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശിയുടെ ആയ ഡോക്ടറുടെ പരാതി. അങ്ങനെയാണ്. അതേ തുടർന്ന് ഈ ഡോക്ടർ എളമക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും തുടർന്നാണ് മുജീബ് ഒളിവിൽ പോവുകയും പിന്നീട് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു, കസ്റ്റഡി എടുക്കുകയും ചെയ്തു. അവധിയിലായിരുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റൽ പണിഷ്മെന്റ് നേരിടുന്ന സാഹചര്യത്തിൽ, അത്തരത്തിൽ സസ്പെൻഷനിലായിരുന്ന ഒരു സാഹചര്യത്തിലാണ് മുജീബ് അവധിയിലായിരുന്നത്. തുടർന്നാണ് ഈ പരാതി വരുന്നതും. തുടർന്ന് ഒളിവിൽ പോവുകയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അറസ്റ്റ് ചെയ്ത ശേഷം ഇന്നലെ ആലുവ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ മുജീബ് റഹ്മാൻ റിമാൻഡിലാണുള്ളത്. പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് എളമക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയിക്കുന്നത്. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ്. കേട്ടോ, ആജ്ഞ, നമുക്കറിയാം ഈ പോലീസിലെ ക്രിമിനലുകളുടെ കാര്യം. അതായത് കേരള പോലീസിൽ ഏകദേശം 800ഓളം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ ലൈംഗിക പീഡനം, സാമ്പത്തിക തിരിമറി, ഗുണ്ടാ ബന്ധങ്ങൾ, പിന്നെ കൈക്കൂലി, അങ്ങനെ വലിയ രീതിയിൽ വഴിവിട്ട ഇടപാടുകൾ നടത്തുന്ന നിരവധി പോലീസുകാർ. കഴിഞ്ഞ വർഷം തന്നെ, കഴിഞ്ഞ ഈ കുറേ കാലയളവിനിടെ 100ഓളം പേരെ സേനയിൽ നിന്നും പുറത്താക്കിയിട്ടുമുണ്ട്. അങ്ങനെ ഒരു കാരണവശാലും ഒരു സേനയിൽ തുടരാൻ യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയാണ് മുജീബ് റഹ്മാൻ എന്ന് വ്യക്തമാണ്. ഇയാൾക്കെതിരെ നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിരിച്ചുവിടലിൻ്റെ നടപടി ഉൾപ്പെടെ ആവശ്യമല്ലേ. മാത്രമല്ല ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യലും മറ്റ് നടപടികളിലേക്കും പോലീസ് കടക്കുകയാണ്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? പ്രതി കുറ്റം സമ്മതിച്ചിരുന്നോ? ഇനി ഈ ചോദ്യം ചെയ്യൽ കൂടാതെ
മറ്റെന്തൊക്കെ നടപടികളായിരിക്കും ഉണ്ടാവുക? കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ശേഷം പ്രാഥമിക ചോദ്യം ചെയ്യൽ നടപടികൾ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. അതിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ്. അതേസമയം തന്നെ പോലീസ് വീണ്ടും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അതിനുശേഷമായിരിക്കും ഇതിൽ കുറ്റസമ്മതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ഈ മുജീബ് റഹ്മാനെതിരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന സാഹചര്യത്തിലേക്കുള്ള അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുമോ, അത്തരത്തിലുള്ള സൂചകങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ, ഉന്നത ഉദ്യോഗസ്ഥർ അത്തരത്തിൽ ഒരു റിപ്പോർട്ട് നൽകിയാൽ മുജീബ് റഹ്മാനെ പിരിച്ചുവിടേണ്ടുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകും. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനു ശേഷമായിരിക്കും ഉണ്ടാവുക. ഇനിയും നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പൂർത്തിയാവാനുണ്ട്. അതേസമയം ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയതനുസരിച്ചിട്ട് ഇത് ക്രിമിനൽ ഒഫൻസ് ആണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ ഈ അടുത്ത് തന്നെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ ക്രിമിനൽ നടപടികളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ആയിരുന്നതിൻ്റെ ഭാഗമായിട്ട് പിരിച്ചുവിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലും കൃത്യമായ CCTV നിരീക്ഷണത്തിലാണ്. അതല്ലെങ്കിൽ എല്ലാ പോലീസുകാരും നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്ന ഒരു അത്തരം ട്രാൻസ്പെറൻസി ഉള്ള ഒരു അവസ്ഥയിൽ പോലും ഇത്തരത്തിലുള്ള ക്രിമിനൽ ഒഫൻസസുകൾ നടക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് കൂടിയാണ് ഇത് വിരൽ ചൂണ്ടുന്നതെന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും ഇത്തരത്തിൽ അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ നിരവധി CCTVകളാണുള്ളത്. നമുക്കറിയാം. അവിടെയും ഈ പറയുന്ന സംഭവങ്ങൾക്കും അവരുടെ ക്രയവിക്രയങ്ങൾക്കുമെല്ലാം ട്രാൻസ്പെറൻസിയുള്ള സുതാര്യതയുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ട് പോലും ഇത്തരം ക്രിമിനൽ നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് സാധാരണക്കാരായ ആളുകളെ കെണിയിൽപ്പെടുത്തുന്നുണ്ട് ചില പോലീസുകാരെങ്കിലും എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടാകുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്ന പോലീസുകാരെ സർവീസിൽ വെച്ചു പൊറപ്പിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചതും അങ്ങനെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ മുജീബ് റഹ്മാനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുക കേട്ടോ. വ്യക്തമാണ്. ലൈംഗിക ആരോപണം നേരിടുന്ന വ്യക്തിയാണ്. അതോടൊപ്പം കൈക്കൂലി ആരോപണമുണ്ട്. മുജീബ് റഹ്മാൻ നിലവിൽ സസ്പെൻഷനിലാണ്. ഇയാൾക്കെതിരെ കർശനമായ കടുത്ത നടപടി വേണം. പുറത്താക്കണം, സേനയിൽ നിന്ന് തന്നെ പുറത്താക്കണം. ഇതുപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കേരള പോലീസിന് തന്നെ നാണക്കേടാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.